1976 പുറത്തിറങ്ങിയ മോഹിനിയാട്ടം എന്ന സിനിമയിലൂടെ തന്റെ സിനിമാ കരിയർ ആരംഭിച്ച നടനാണ് മണിയംപിള്ള രാജു. 1981 മണിയംപിള്ള അഥവാ മണിയംപിള്ള എന്ന സിനിമയിലെ തന്റെ കഥാപാത്രത്തിലൂടെ അദ്ദേഹത്തിന്റെ പേര് മണിയൻപിള്ള രാജു എന്നായി മാറിയത്. കഴിഞ്ഞ 49 വർഷങ്ങൾ കൊണ്ട് 400-ലേറെ സിനിമകളിൽ അഭിനയിക്കാനും 13 സിനിമകൾ നിർമ്മിക്കാനും നടന് സാധിച്ചു. ഇപ്പോഴും നടനും നിർമ്മാതാവായും മലയാള സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന കലാകാരനാണ് അദ്ദേഹം. നടൻ മോഹൻലാലുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആൾ കൂടിയാണ് മണിയംപിള്ള രാജു. തനിക്ക് വേണ്ടി മോഹൻലാൽ മാറി നിന്നതിനെക്കുറിച്ചും ധീം തരികിടത്തോം എന്ന സിനിമയിൽ താൻ നായകനായതിനെക്കുറിച്ചും സംസാരിക്കുകയാണ് മണിയംപിള്ള രാജു. പ്രൊഡ്യൂസറായ ആനന്ദേട്ടന് ഒരു പടമെടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടാനില്ലായിരുന്നു. ലാൽ സാർ ഏതോ സിനിമയുടെ തിരക്കിലായിരുന്നു. അപ്പോൾ പ്രിയനാണ് എന്നെ വെച്ചൊരു പടമെടുക്കാമെന്ന് പറഞ്ഞത്. അങ്ങനെ എന്നെ വെച്ച് ധീം തരികിടത്തോം എന്ന സിനിമ പ്ലാൻ ചെയ്തു. അതിന്റെ ഷൂട്ടിന്റെ കാര്യങ്ങളൊക്കെ റെഡിയായി. ഷൂട്ട് തുടങ്ങാൻ 10 ദിവസം ബാക്കിയുള്ളപ്പോൾ മോഹൻലാലിന്റെ സിനിമ ക്യാൻസലായി. അതോടെ ലാലിന്റെ ഡേറ്റ് ക്യാൻസൽ ആയിട്ടുണ്ട്, 25 ദിവസത്തേക്ക് ഡേറ്റ് ഉണ്ടാകും എന്ന് പറഞ്ഞ് കോൾ വന്നു. ഉടനെ അവർ മോഹൻലാലിനെ വെച്ച് സിനിമ ചെയ്യാൻ ആലോചിച്ചു. ഇത് ലാൽ അറിഞ്ഞു. എന്നെ വെച്ച് സിനിമ ചെയ്യാനിരുന്നതായിരുന്നു എന്നും ലാൽ മനസ്സിലാക്കി. രാജുവേട്ടനെ വെച്ച് പ്ലാൻ ചെയ്തതല്ലേ, ഞാൻ ഈ ദിവസങ്ങളിൽ ഫ്രീ ആയിരിക്കാം, പക്ഷെ ആ പടത്തിൽ അഭിനയിക്കാൻ വരില്ല എന്ന് ലാൽ പറഞ്ഞു. ആ പടം മുടക്കിയിട്ട് അഭിനയിക്കുന്നില്ലെന്നാണ് മോഹൻലാൽ അന്ന് പറഞ്ഞത്. ലാൽ എനിക്ക് വേണ്ടി അതിൽ നിന്നും മാറി നിന്നു. അങ്ങനെയാണ് ധീം തരികിടത്തോം എന്ന സിനിമ നടക്കുന്നത്. വളരെ നല്ല പടമായിരുന്നു അത്, മണിയംപിള്ള രാജു പറഞ്ഞു.